പ്രിയരെ, നാം ഒരു യാത്രയിലാണ്. ബെത്ലഹേമിലേക്കുള്ളൊരു യാത്ര. ബൈബിളിൽ ഒത്തിരിയേറെ യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയാണ് ആട്ടിടയന്മാരും രാജാക്കന്മാരും രക്ഷകനെ തേടിയുള്ള ഒരു യാത്ര. യാത്ര രണ്ടു തരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഒന്ന് എന്നിലേക്കുള്ള യാത്ര, മറ്റൊന്ന് രക്ഷകനെ തേടിയുള്ള യാത്ര. എന്തിനാണ് ഞാൻ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ഈ നോമ്പുകാലത്ത് അനുഗ്രഹമായിരിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ദൂതൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യം നമുക്ക് ബെത്ലഹേമിൽ പോയി കാണാം, നമുക്ക് ഈശോയെ കുമ്പിട്ട് ആരാധിക്കാം. മറ്റൊരു ചിന്തയുമില്ല അവർക്ക് ഇനി ഈശോയെ കാണണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ യാത്രകളുടെ ലക്ഷ്യം ഈശോയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് 119-ാം സങ്കീർത്തനം 105 പറയുന്നത് പോലെ, കർത്താവേ, അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ പാതയിൽ പ്രകാശവുമായി തീരട്ടെ. ദൈവം കാണിച്ചു തരുന്ന പ്രകാശത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ആ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ ബെത്ലഹേം എന്നുള്ള ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ എല്ലാ യാത്രകളും അങ്ങയിൽ എത്തിച്ചേരുന്നതായി തീരട്ടെ.